നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണ് തഹജ്ജുദ് നിസ്കാരം. പല ആളുകളും വളരെ അവജ്ഞതയോടുകൂടി തള്ളിക്കളയുന്ന ഈ നിസ്കാരത്തിൻ്റെ പ്രതിഫലം കേട്ടാൽ നമുക്ക് അത്ഭുതമാകും. സാധാരണക്കാരായ പല ആളുകളും ചോദിക്കാറുണ്ട്, ഉസ്താദേ, ഈ തഹജ്ജുദ് നിസ്കാരം അതൊരുപാട് പ്രയാസമല്ലേ നിസ്കരിക്കാൻ? അതിലൊരുപാട് ഷർത്തും ഫർളും ഒരുപാട് സൂറത്തുകളൊക്കെ ഇല്ലേ? ഒന്നുമില്ല. തഹജ്ജുദ് നിസ്കാരം വളരെ എളുപ്പമാണ്. അതെങ്ങനെ നിസ്കരിക്കാം? അതിലോതേണ്ട സൂറത്തുകൾ ഏത്? അതിൻ്റെ സമയം ഏതൊക്കെയാണ്? അതെല്ലാം കൃത്യമായി പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. ആ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അത് കൈകെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള മുഴുവൻ നിയമങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നിസ്കാരം നമ്മളിൽ പല ആളുകളും കൃത്യമായി നിർവഹിക്കുന്നവരാണ്. സുബഹിക്ക് 5 മണിക്കാണ് ബാങ്കെങ്കിൽ ഒരു 4:30 സമയത്ത് അല്ലെങ്കിൽ 4:45 എഴുന്നേറ്റ് ഉളുവെടുത്തിട്ട് സുബഹിയുടെ ബാങ്കിന് മുമ്പ് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു. അതിനാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നമസ്കാരത്തെ പറ്റി പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത് ഏറ്റവും വലിയ പ്രതിഫലം അള്ളാനെ കാണാനുള്ള തൗഫീഖാണ്. കാരണം തഹജ്ജുദിൻ്റെ സമയത്ത് നമുക്കറിയാം, രാത്രിയുടെ അവസാനത്തിലേക്ക് പ്രവേശിക്കുന്ന 2/3 ഭാഗവും കഴിഞ്ഞ് ആ 3ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പുള്ള സമയമായിരിക്കും. നല്ല തണുപ്പുള്ള സമയമാണ്. രാത്രിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പും അതുപോലെ മനുഷ്യന് മടിയും ഉണ്ടാകുന്ന സമയമാണ് തഹജ്ജുദിൻ്റെ, അഥവാ ഏകദേശം ഒരു 3 മണി 4 മണി സമയമൊക്കെ. ആ സമയത്ത് എഴുന്നേറ്റ് ആ പച്ചവെള്ളം കൊണ്ട്, തണുത്ത വെള്ളം കൊണ്ട് അവൻ മുഖം കഴുകുന്നു, അവൻ കൈകാലുകൾ കഴുകുന്നു, അവൻ്റെ തലകൾ അവൻ തടവുന്നു, അവൻ്റെ ചെവി അവൻ തടവുന്നു, പൂർണ്ണമായി വുളുവെടുക്കുന്നു. അങ്ങനെ വുളുവെടുത്ത് ആളുകളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവൻ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ആ തഹജ്ജുദ് നിസ്കാരത്തിന് അള്ള കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം അള്ളാനെ കാണൽ തന്നെയാണ്. തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ള കൊടുക്കുന്ന പ്രതിഫലം അള്ളാനെ മുഖത്തോട് മുഖം നോക്കി കാണാനുള്ള അവസരമാണ്. അള്ളാഹുവിന് സ്വർഗാവകാശികൾക്ക് എല്ലാവർക്കും അള്ളാഹുവിനെ കാണാൻ പറ്റും. പക്ഷെ അള്ളാഹുവിനെ കാണുന്നതിൽ ചില രീതികളുണ്ട്. ചില ആളുകൾ എല്ലാ സമയത്തും അള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കും. ചില ആളുകൾ ഒരു ദിവസത്തിൻ്റെ രാവിലെ മാത്രം കാണും. ചില ആളുകൾ രാവിലെയും വൈകുന്നേരവും കാണും. ചില ആളുകൾ ആഴ്ചകളിൽ കാണും, മാസങ്ങളിൽ കാണും. സ്വർഗത്തിൻ്റെ ഓരോ ദറജക്കനുസരിച്ചാണ് അള്ളാഹു തആല സ്വർഗത്തിൽ സ്വർഗ അവകാശികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ, ഒരു ഉമ്മയെ സംബന്ധിച്ച്, ഒരു വാപ്പയെ സംബന്ധിച്ച്, ഒരു സഹോദരൻ അവർ കൃത്യമായി എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ അള്ളാനെ മുഖത്തോട് മുഖം നോക്കി സദാസമയം കണ്ടുകൊണ്ടിരിക്കാനുള്ള അവസരം അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, അലൈക്കും ബിഖിയാമിൽ ലൈൽ. നബി തങ്ങൾ പറയുന്നു, രാത്രി നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണേ. ഇവിടെ സ്വഹാബാക്കൾ പറയുന്നുണ്ട്, ഇവിടെ രാത്രി നിസ്കാരം എന്നതുകൊണ്ട് നബി തങ്ങൾ ഉദ്ദേശിച്ചത് അത് സ്വലാത്തു തഹജ്ജുദ്, അത് തഹജ്ജുദ് നിസ്കാരമാണെന്ന് പല സ്വഹാബിമാരും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്നത് ഖുർബത്തുൻ ഇലല്ലാഹി അസ്സ വജല്ല. ദുനിയാവിൽ തന്നെ അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അല്ലാഹു കൊടുക്കുമെന്നാണ്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ രൂപവും കോലവും പറയുന്നതിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ച്, വാപ്പയെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ആണ് ആദ്യം പറയുന്നത്. എന്താ? അള്ളാഹുവിനെ കണ്ണുകൊണ്ട് സദാസമയം കാണാനുള്ള അവസരം സ്വർഗത്തിൽ കിട്ടുക. മാത്രമല്ല, ഖുർബത്തുൻ ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിലേക്കുള്ള ഖുർബത്ത്, അടുപ്പം ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു കൊടുക്കുമെന്നാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുപ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെട്ടില്ലേ. അവൻ്റെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുന്നു. അവൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റുന്നു. അവൻ്റെ രോഗങ്ങൾ മാറ്റുന്നു. അവൻ്റെ പരീക്ഷണങ്ങളെ അള്ളാഹു തആല തട്ടിമാറ്റുന്നു. അവൻ്റെ കടങ്ങളെ അള്ളാഹു തആല മാറ്റിക്കൊടുക്കുന്നു. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ രോഗങ്ങൾക്കും ശിഫാ പ്രദാനം ചെയ്യുന്നു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലമാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയൊന്ന് പരിശോധിക്കാം.
തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾക്ക് സന്തോഷമുണ്ടാകും. ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ പതിവായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് സന്തോഷവും പതിവാക്കാത്ത ആളുകൾക്കുള്ള നിർദ്ദേശവുമാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. എന്താണ് തഹജ്ജുദ് എന്ന വാക്കിൻ്റെ അർത്ഥം? തഹജ്ജുദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതായത് മഹാന്മാർ പറയുന്നു, ഉറക്കം ഒഴിവാക്കുക എന്നതാണ്. അതായത് എല്ലാ മനുഷ്യരും നല്ല ഉറക്കത്തിൻ്റെ സുഖരസത്തിൽ കഴിയുന്ന ആ 3 മണി 4 മണി സമയത്ത് അവൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന ആ നിസ്കാരം, ആ ഉറക്കമൊഴിച്ചിൽ, ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് തഹജ്ജുദ്. ഇനിയോ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? ഓരോ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞു അതിൻ്റെ മറുപടി പറയുകയാണ്. തഹജ്ജുദ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇനി തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? മഹാന്മാർ പറയുന്നു, ഇശാ നമസ്കാരം കഴിഞ്ഞ്, ഇശാഇൻ്റെ ജമാഅത്ത് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇശാ എപ്പോഴാണോ ഒരാൾ നിസ്കരിക്കുന്നത്, ആ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരാൾ കിടന്നു ഉറങ്ങുന്നു. അതൊരു 5 മിനിറ്റ് ആവട്ടെ, അല്ലെങ്കിൽ 1 മണിക്കൂറാവട്ടെ, 2 മണിക്കൂറാവട്ടെ, 5, 6, 7 മണിക്കൂറാവട്ടെ, ഇശാ നിസ്കാരം കഴിഞ്ഞ് അവനൊന്ന് ഉറങ്ങി, അതിനുശേഷം എഴുന്നേറ്റു. എപ്പോൾ? സുബ്ഹി ബാങ്കിന് മുമ്പ്. എന്നാൽ അവനിക്ക് തഹജ്ജുദ് സുന്നത്താകും. തഹജ്ജുദ് സുന്നത്താകുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട 2 ക്വാളിഫിക്കേഷൻ: 1 ഇശാ നിസ്കാരം നിസ്കരിക്കുക, 2 അതിനുശേഷം കുറച്ച് ഉറങ്ങുക. ഈ 2 നിബന്ധനകൾ കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുദിനുള്ള സമയമായി, അവനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. അതുപോലെ തന്നെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവൻ രാത്രി ജോലി ചെയ്യുന്നവനാണ്. അവൻ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അവൻ്റെ ജോലിയിലേക്ക് പ്രവേശിച്ചു. സെക്യൂരിറ്റി പണിയാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോട്ടൽ പണിയാവട്ടെ, എന്തായിക്കൊള്ളട്ടെ, അവൻ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അവൻ ജോലിയിലേക്ക് പ്രവേശിച്ചു. ജോലി കഴിഞ്ഞ് അവൻ ഇറങ്ങുന്നത് വെളുപ്പിനെ 4 മണിക്കോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പായിരിക്കും അവൻ എന്ത് ചെയ്യുക? ജോലിയിൽ നിന്നും ഇറങ്ങുക. നമുക്കറിയാം ഇശാ നമസ്കാരത്തിൻ്റെ സമയം, ഏറ്റവും അഫ്ളലായ സമയം ആ ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നിസ്കരിക്കലാണ്. എന്നാലും ആഖിർ വഖ്ത് എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പുള്ള സമയം വരെ ഉണ്ട് ഇശാ നിസ്കരിക്കാൻ. അപ്പോൾ ഒരു മനുഷ്യൻ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അവൻ ജോലിയിൽ പ്രവേശിച്ച് തുടർച്ചയായ ജോലിയാൻ, അതിൻ്റെ ഇടയിൽ അവനിക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ മാത്രമാണ് സമയമുള്ളത്. അവനിക്ക് നിസ്കരിക്കാൻ നല്ലപോലെ ഒന്ന് നിസ്കരിക്കാനുള്ള സന്ദർഭം കിട്ടുന്നില്ല. പിന്നെ സന്ദർഭം കിട്ടുന്നത് ഒരു 4 മണിക്കാണെന്ന് വിചാരിക്കുക. അവനിക്ക് അതിൻ്റെ ഇടയിൽ ഉറങ്ങാൻ ഒട്ടും ടൈം കിട്ടിയിട്ടില്ല. ഇയാൾക്ക് എങ്ങനെയാ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുക? ഉലമാക്കൾ പറയുന്നു, ആ മനുഷ്യൻ 4 മണി കഴിഞ്ഞ് അവൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി, അല്ലെങ്കിൽ നജസ്സൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നല്ലതുപോലെ വുളു എടുത്തിട്ട് അവൻ ഇശാ നിസ്കരിക്കുമ്പോൾ തന്നെ അവനിക്ക് തഹജ്ജുദിൻ്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് മഹാന്മാർ എഴുതി വെക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമായിട്ട് അവർ പറയുന്നത്, ഒരു മനുഷ്യൻ വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് വുളുഇന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ തഹിയ്യത്തുൽ മസ്ജിദ് അഥവാ പള്ളിയിൽ പ്രവേശിച്ചതിൻ്റെ 2 റക്അത്ത് സുന്നത്തും അവനിക്ക് സുന്നത്താണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഫർദ് നിസ്കാരത്തിന് മുമ്പ്, ളുഹറിന് മുമ്പോ അസറിന് മുമ്പോ അല്ലെങ്കിൽ ഇശാഇന് മുമ്പോ അവൻ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ, ആ നിസ്കാരത്തിന് വേണ്ടി പ്രവേശിച്ചാൽ റവാത്തിബ് സുന്നത്താണ്. അഥവാ ളുഹറിന് മുമ്പ് 2 റക്അത്ത്, അസറിന് മുമ്പ് 2 റക്അത്ത്, മഗ്രിബിന് മുമ്പും 2 റക്അത്ത് സുന്നത്തുണ്ട്, ഇശാഇന് മുമ്പ് 2 റക്അത്ത്, സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്. ഒരാൾ വുളു എടുത്ത് പള്ളിയിലേക്ക് പ്രവേശിച്ച്, അള്ളാഹുവേ നിനക്ക് വേണ്ടി 2 റക്അത്ത് ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തിൽ ഒരാൾ നിസ്കരിച്ചാൽ ആ 2 റക്അത്ത് സുന്നത്ത് കൊണ്ട് 3 നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ്. 1 വുളുവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, 2 പള്ളിയിൽ പ്രവേശിച്ചതിനുള്ള തഹിയ്യത്തുൽ മസ്ജിദ് ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം, 3 റവാത്തിബ് ഏതാണോ ളുഹറിന് മുമ്പ് 2 അല്ലെങ്കിൽ അസറിന് മുമ്പ് 2 ഏത് നിസ്കാരമാണോ നിസ്കരിക്കുന്നത് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. ഒരു നിസ്കാരം കൊണ്ട് 3 പ്രതിഫലം കിട്ടുന്നത് പോലെ 4 മണിക്ക് ജോലി കഴിഞ്ഞുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെയാവട്ടെ, ഒരു പക്ഷേ മഗ്രിബ് കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായി അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു അസ്വസ്ഥത വന്നു, അവർ കിടന്നുറങ്ങി, എഴുന്നേക്കുന്നത് 4 മണിക്കാൻ അല്ലെങ്കിൽ 3 മണിക്കാൻ. ആ സമയത്ത് അവർ എഴുന്നേറ്റു, നല്ലതുപോലെ വുളു എടുത്തിട്ട് അവർ ഇശാ നിസ്കരിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് കിട്ടും? തഹജ്ജുദിൻ്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. ഇതൊരു അഭിപ്രായമാണ് മഹാന്മാരുടെ. ഭൂരിഭാഗം ഉലമാക്കളും പറഞ്ഞത് ഇശാ നിസ്കാരം നിസ്കരിച്ച് കിടന്നു ഉറങ്ങിയിട്ട് ഒന്ന് എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുക.
അപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ടൈം നമുക്ക് മനസ്സിലായി, അത് ഓർത്തു വെക്കുക. ഇനി മൂന്നാമതായി തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ റക്അത്ത് എത്രയാണ്? പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ റക്അത്ത് ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. കൂടിയത് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. 4, 6, 8, 10, 12, 20, 32, 50, 100 എത്ര റക്അത്ത് വേണമെങ്കിലും കൂടിയത് നിസ്കരിക്കാം. കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. ഈ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസിൽ പറയുന്നു, ഖൈറുൽ ലഹു മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുന്യാവും ആ ദുന്യാവിലുള്ള സർവ്വ വസ്തുക്കളും അവനിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ് എന്ത്? 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ചുരുങ്ങിയത് 2 റക്അത്ത്, കൂടിയത് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. ഇനി അടുത്ത സംശയം, ആ നിസ്കാരത്തിൽ 2 ആവട്ടെ എത്രയാവട്ടെ ആ റക്അത്തുകളിൽ ഏത് സൂറത്താണ് ഓതുക? അതൊരു സംശയമാണ്. അതിനു മുമ്പ് മറ്റൊരു സംശയം, ഇതിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വെക്കുന്നത് പോലെ, സാധാരണ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാ നിയ്യത്ത് വെക്കാറ്? അതുപോലെ തന്നെ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് കരുതി നിസ്കരിക്കുക. അതാണ് നിയ്യത്ത്. അതായത് 2 റക്അത്ത് തഹജ്ജുദ്, ആ തഹജ്ജുദ് എന്ന വാക്ക് ഇവിടെ വേണം. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തിൽ കൈകെട്ടുക. അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് കേട്ടോ, അത് കഴിഞ്ഞ് പഠിച്ചോ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ എന്ന് തുടങ്ങുന്ന വജ്ജഹ്തു ഓതുക. അത് കഴിഞ്ഞ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അഊദു ഓതുക. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ പൂർണ്ണമായും അക്ഷരത്തെറ്റില്ലാതെ പാരായണം ചെയ്യുക. അത് കഴിഞ്ഞ് സുന്നത്തായ, പ്രത്യേകിച്ച് സുന്നത്തായ ഒരു സൂറത്തുമില്ല തഹജ്ജുദ് നിസ്കാരത്തിൽ. അറിയാവുന്ന സൂറത്ത് ഏതുണ്ടോ അത് ഓതാം. അറിയാവുന്ന സൂറത്ത് ഏതുണ്ടോ അത് ഓതാം. ഒരു മനുഷ്യന് പെട്ടെന്ന് നിസ്കരിക്കാനാണ് താല്പര്യമെങ്കിൽ അവൻ എന്ത് ചെയ്യുക? അറിയാവുന്ന ചെറിയ സൂറത്ത് ഓതുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതാം. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഓതാം. അല്ലെങ്കിൽ വല്ലുഹ ഓതാം. ഒരാൾക്ക് കുറച്ച് നീട്ടിയാണ് നിസ്കരിക്കാൻ താല്പര്യമെങ്കിൽ അവനിക്ക് സൂറത്തുൽ അഅല, സൂറത്തുൽ ഗാശിയ, അല്ലെങ്കിൽ സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖൂൻ, അറിയാവുന്ന ചെറുതായ വലുതായ ഏതു സൂറത്തും അവനിക്ക് ഓതാം 1-ാമത്തെ റക്അത്തിൽ. അത് കഴിഞ്ഞ് റുകൂഅ്, ഇഅ്തിദാല്, സുജൂദ്, അതിൻ്റെ ഇടയിലെ ഇരുത്തം, വീണ്ടും സുജൂദ്, പിന്നെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം, ഒരു സുന്നത്തായ ഒരു ഇരുത്തമുണ്ട്. ആ ഇരുത്തം ഇരുന്നിട്ട് വേണം 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരാൻ. അങ്ങനെ എഴുന്നേറ്റ് വന്ന് വീണ്ടും അല്ലാഹു അക്ബർ കൈകെട്ടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ അഊദു ഓതാൻ മറക്കരുത്, സുന്നത്താണ്. അത് കഴിഞ്ഞ് ഫാത്തിഹ പൂർണ്ണമായും ഓതുക. അത് കഴിഞ്ഞ് ഏത് സൂറത്താണോ ഓതിയത് അതിൻ്റെ താഴെയുള്ള സൂറത്ത് ഓതുക. ഞാൻ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല ആണ് ഓതിയത്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്താണ് ഓതിയതെങ്കിൽ അതിന് താഴെയുള്ള സൂറത്തുൽ ഗാശിയ പാരായണം ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സൂറത്ത് പാരായണം ചെയ്യുക. 1-ാമത്തെ റക്അത്തിൽ ഞാൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനാണ് ഓതിയതെങ്കിൽ 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ ആണ് ഏറ്റവും നല്ലത്. 1-ാമത്തെ റക്അത്തിൽ ഞാൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ആണ് ഓതിയതെങ്കിൽ 2-ാമത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതലാണ് സുന്നത്ത്. അങ്ങനെ ഏത് സൂറത്താണോ നമ്മൾ ഓതിയത് 1-ാമത്തെ റക്അത്തിൽ അതിൻ്റെ താഴെയുള്ള ഒരു സൂറത്ത് 2-ാമത്തെ റക്അത്തിൽ ഓതുക. അത് കഴിഞ്ഞ് റുകൂഅ്, ഇഅ്തിദാല്, സുജൂദ്, ഇതിൻ്റെ ഇടയിലുള്ള ഇരുത്തം, 2-ാമത്തെ സുജൂദ്, അത്തഹിയാത്ത് പൂർണ്ണമായിട്ടും പാരായണം ചെയ്യുക. സമയമുണ്ടെങ്കിൽ അത്തഹിയാത്തിൽ ആ സ്വലാത്തും സലാമും അതിന് ശേഷമുള്ള ദുആ അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലന്തു എന്ന് തുടങ്ങുന്ന സാധാരണ എല്ലാ നിസ്കാരത്തിലും നമ്മൾ ചൊല്ലാറുള്ള ആ ദുആയും കൂടി ഓതി പൂർത്തിയാക്കി 2 സലാമു വീട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ സലാം വീട്ടുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. സലാം വീട്ടുന്നത് പല രൂപത്തിലാണ്. ചില ആളുകൾ തലയിട്ടൊരാട്ടാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ വേണ്ട. ചില ആളുകൾ ഇങ്ങനെ കഴുത്തിന് എന്തോ പറ്റിയതുപോലെ ഇങ്ങനെയൊക്കെ സലാം വീട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സലാം. അതും വേണ്ട. സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എത്ര ഭംഗിയുണ്ട്. ചില ആളുകൾ തലയിട്ട് ഇങ്ങനെ ആട്ടോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു. അത് വേണ്ട.
അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിസ്കാരം പോലും ബാത്തിലാകും. അവിടെ ഒരുപാട് അനക്കമാണ്, തലകൊണ്ട് തന്നെ ഒരുപാട് അനക്കം, നമ്മുടെ ശരീരം കൂടി അനങ്ങുന്നു. ഇതാവുമ്പോൾ ഒരു അനക്കവുമില്ല. നമ്മൾ വേണ്ട എന്താണോ സലാമിലുള്ളത് അത് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എത്ര സുന്ദരമാണ് ആ രൂപത്തിൽ സലാം വീട്ടുക. ഇത് തഹജ്ജുദിൽ മാത്രമല്ല, നമ്മുടെ ഫർളായ സുന്നത്തായ മുഴുവൻ നിസ്കാരങ്ങളിലും ഈ സലാം വീട്ടുന്ന രൂപം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകാതെ നമുക്ക് രക്ഷിക്കാം. അത് പ്രത്യേകം കരുതി വെക്കുക. പിന്നെയോ, ഇനി തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു. മറ്റൊരു സംശയം, തഹജ്ജുദ് നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഇരുന്ന് നിസ്കരിക്കാം, കുഴപ്പമില്ല. സുന്നത്തായ എല്ലാ നിസ്കാരങ്ങളും ഇരുന്ന് നിസ്കരിച്ചാലും ശരിയാകും. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇരുന്ന് നിസ്കരിച്ചാലും ആ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, തഹജ്ജുദ് നിസ്കാരത്തിൽ നമ്മൾ സാധാരണ എഴുന്നേൽക്കുന്നത് ഒരു 4 മണിക്കോ അല്ലെങ്കിൽ 4:30ക്ക്, ആ ഒരു വെളുപ്പിന ടൈമാകും. രാത്രി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായ ബന്ധത്തിന് ശേഷമാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവിടെ കുളി നടന്നിട്ടില്ല എങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിന് മുമ്പ് കുളി നിർബന്ധമാണ്. അങ്ങനെ ആ ഫർള് കുളി ഫർളിൻ്റെ നീയത്തോടുകൂടി കുളിച്ചാൽ മാത്രമേ അതിനുശേഷം നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും ശരിയാകൂ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പല ഉമ്മമാരും ഉപ്പമാരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ശാരീരികമായ ബന്ധത്തിന് ശേഷം കുളിക്കുമ്പോൾ നീയത്ത് വെക്കാൻ മറന്നു പോകും. അതുകൊണ്ട് നീയത്ത് വെക്കാൻ മറന്നു പോവരുത്. വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന നീയത്ത് ഉമ്മമാരും ഉപ്പമാരും മറന്നു പോവണ്ട. ശാരീരികമായ ബന്ധത്തിന് ശേഷം കുളിക്കുന്ന സമയത്ത് നീയത്ത് നിർബന്ധമാണ്. നീയത്തില്ലാതെ കുളിച്ചാൽ കുളി മാത്രമേ നടക്കൂ, അവിടെ ഫർള് കുളി നടക്കുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആ കുളിച്ചതിന് ശേഷം നല്ല രൂപത്തിൽ വുളു എടുത്തിട്ട് വേണം ഈ തഹജ്ജുദ് നിസ്കാരവും പിന്നെ അതിനുശേഷമുള്ള ബാക്കിയുള്ള ഇബാദത്തുകൾ, സുബഹി ആവട്ടെ, അതിനു മുമ്പുള്ള സുന്നത്താവട്ടെ, അതിലേക്കൊക്കെ പ്രവേശിക്കാൻ. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ മനഃപൂർവ്വം ഒരു രാത്രി എഴുന്നേറ്റില്ല, അവനിക്ക് സമയമുണ്ട്, അവൻ അലാറം വെച്ച് അവൻ എഴുന്നേറ്റതാണ്, മനഃപൂർവ്വം അവൻ നിസ്കരിച്ചില്ല എങ്കിൽ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണ്. അവൻ കൃത്യമായി നിസ്കരിക്കുമ്പോൾ ഒരു ദിവസം അവൻ മനഃപൂർവ്വം, അറിയാതെയല്ല, മനഃപൂർവ്വം അവൻ എഴുന്നേൽക്കാതിരുന്നാൽ, ആ നിസ്കാരം നിസ്കരിക്കാതിരുന്നാൽ അവൻ്റെ മേൽ കറാഹത്തുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷയുണ്ടാവില്ല. പക്ഷേ 40 ദിവസം അവൻ അങ്ങനെ മനഃപൂർവ്വം അവൻ നിസ്കരിക്കാതിരുന്നാൽ അവനിക്കൊരു ഹറാമ് ചെയ്ത ശിക്ഷയാണ് കിട്ടുക. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ അതങ്ങോട്ട് മുടങ്ങാതെ കൊണ്ടുപോവുക. അറിയാതെ ഉറങ്ങിപ്പോയെന്നതുകൊണ്ട് പ്രശ്നമുണ്ടാവില്ല. പക്ഷേ മനഃപൂർവ്വം ഞാനിന്ന് നിസ്കരിക്കുന്നില്ല എന്നവൻ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ഉപേക്ഷിക്കൽ കറാഹത്താണ്. അതുപോലെ തന്നെ കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് സുന്നത്തായ ഒരു അമലാണ്. മഹാന്മാർ പറയുന്നു, ളുഹറിന് മുമ്പ് കുറച്ച് ഉറങ്ങൽ അവനിക്ക് സുന്നത്താണ്. കൈലൂലത്തിൻ്റെ ഉറക്കമെന്നാണ് സാധാരണ അതിനെപ്പറ്റി പറയാറുള്ളത്. തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾക്ക് ളുഹറിന് മുമ്പ്, ളുഹർ നിസ്കാരം ഒരു 12:30 ഒരു 11:30 അല്ലെങ്കിൽ ഒരു 12 മണിക്കോ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഉറങ്ങൽ സുന്നത്താണ്. ആ ഉറക്കത്തിൻ്റെ പേര് കൈലൂലത്തിൻ്റെ ഉറക്കം എന്നാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ, പകലിൽ കിടന്ന് ഉറങ്ങിയിട്ട് പകലിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അത് തഹജ്ജുദാകുമോ, അത് തഹജ്ജുദായിട്ട് പരിഗണിക്കുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. ഇതൊക്കെ ഇല്ല. രാത്രി ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് പറയുന്ന പേരാണ് തഹജ്ജുദ്. ഈ ഒരു ചോദ്യം നമുക്ക് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയാൽ, തറാവീഹ് നിസ്കാരം റമളാൻ അല്ലാത്തപ്പോൾ നിസ്കരിക്കാമോ എന്ന് ചോദിച്ച ആ ഒരു രൂപം തന്നെയാണ് ഇത്. തറാവീഹ് നിസ്കാരം എപ്പോഴാ? അത് റമളാനിൽ ആ ഇശായിൻ്റെ ആ ഒരു ടൈമിന് ശേഷമാണ് തറാവീഹിൻ്റെ ടൈം. എന്നതുപോലെ തഹജ്ജുദിൻ്റെ ടൈം അവൻ രാത്രി ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അതിൻ്റെ പേരാണ് തഹജ്ജുദ് നിസ്കാരം. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ഒരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിച്ചാൽ അവനിക്ക് കിട്ടുന്നത് 7 പ്രതിഫലങ്ങളാണ്. ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്, ഓരോ കിതാബിലും ഓരോരോ പ്രതിഫലങ്ങളാണ്. ഒരുപാട് മഹാന്മാർ പറയുന്ന പ്രതിഫലങ്ങൾ 7 പ്രതിഫലമാണ്. ഒന്ന്, അവനിക്ക് അല്ലാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം കിട്ടും, നമ്മൾ പറഞ്ഞിരുന്നു. മറ്റൊന്ന്, ആന്തരികമായ അവൻ്റെ രോഗങ്ങൾ മാറുമെന്നാണ്. ആന്തരികമായി നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ഹൃദയത്തെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾ, അസൂയ, അഹങ്കാരം, പിശുക്ക്, കുശുമ്പ്, ഇങ്ങനെ ഒരുപാട് ആന്തരികമായി നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്കുള്ള മരുന്നാണ് തഹജ്ജുദ് നിസ്കാരം. അതുപോലെ തന്നെ മഹാന്മാർ പറയുന്നു, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവി അള്ളാഹു അവനിക്ക് കൊടുക്കുന്നു.
മൂന്നാമത്തെ പ്രതിഫലം, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവി അള്ളാഹു അവനിക്ക് കൊടുക്കുന്നു. മാത്രമല്ല സ്വർഗത്തിൽ അവനിക്ക് പ്രത്യേകമായ ഒരു വാഹനവും വീടും അള്ളാഹു സമ്മാനിക്കുന്നു. സ്വർഗാവകാശികൾക്ക് എല്ലാവർക്കും പ്രത്യേക വാഹനങ്ങളുണ്ട്, അതുപോലെ പ്രത്യേക വീടുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു പ്രത്യേകം സ്പെഷ്യലായിട്ട് സ്വർഗത്തിൽ വാഹനവും അതുപോലെ വീടും അള്ളാഹു കൊടുക്കുന്നതാണ്. മറ്റൊരു പ്രതിഫലമാണ്, ഈ ദുന്യാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുത്തു കൊടുക്കും. മരണസമയത്ത് അവനോട് പറയപ്പെടും, നിന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പൊറുത്തു തന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞതിന് ശേഷമായിരിക്കും അവൻ മരണപ്പെടുക. മറ്റൊരു പ്രതിഫലമാണ്, അവൻ ദുന്യാവിൽ എന്ത് ദുആ ചെയ്താലും ഹലാലായ മുറാദിന് വേണ്ടി, രോഗങ്ങൾക്കുള്ള ശിഫായിന് വേണ്ടി അവൻ ദുആ ചെയ്യുമ്പോഴെല്ലാം ആ ദുആക്കെല്ലാം അല്ലാഹു തആല ഉത്തരം കൊടുക്കുന്നതാണ്. ആർക്ക്? തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്ക്. അവസാനമായി പറയുന്നു, വിചാരണയില്ലാതെ ഹിസാബില്ലാതെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് അവനെ കടത്തും. ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളാണ് ഈ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഓരോ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അല്ലാഹു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് മിസ്സാക്കരുത്. പ്രത്യേകിച്ച് ഇന്ന് റമളാൻ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റമളാൻ മാസത്തിൽ അത്താഴത്തിന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ അത്താഴത്തിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 റക്അത്ത്, മാക്സിമം 2 റക്അത്തെങ്കിലും ഈ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കാൻ മറന്നു പോകരുത്. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. തഹജ്ജുദ് നിസ്കാരം അത് റമളാനിൽ മാത്രമല്ല നമുക്ക് സുന്നത്തായിട്ടുള്ളത്, എല്ലാ രാത്രിയിലും സുന്നത്താൻ. പ്രത്യേകിച്ച് റമളാനിൽ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അത് നിസ്കരിക്കൽ ഏറ്റവും അഫ്ളലായ സമയമാണല്ലോ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് ആ നിസ്കാരം ആ സമയത്ത് നമ്മൾ മിസ് ചെയ്യരുത്. അതല്ലാത്ത റമളാൻ അല്ലാത്ത 11 മാസവും നമ്മൾ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പേ എഴുന്നേറ്റ് നല്ലതുപോലെ വുളു എടുത്തിട്ട് ഈ 2 റക്അത്ത് നിസ്കാരം അത് കൃത്യമാക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.